പൗരത്വ നിയമത്തിനെതിരെ പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇന്ന് റാലി നടത്തുകയാണ്. മനാക്കിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി പങ്കെടുക്കും. ദില്ലിയിലടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രശ്നബാധിതമായ മേഖലകളിൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചു. നിയമം നടപ്പാക്കുന്നതിൽ ആശങ്ക ഉയർത്തി അമേരിക്കയും ഐക്യരാഷ്ട്രസഭയും രംഗത്ത് വന്നിട്ടുണ്ട്. നോബൽ മാരിക്കാരൻ വിശദാംശങ്ങളുമായി. നോബൽ, വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. സമരം, മമതാ ബാനർജിയുടെ സമരം. സ്വാഭാവികമായും നമുക്കറിയാവുന്നതുപോലെ പശ്ചിമ ബംഗാളും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളും, അസം അടക്കമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമാണ് CA കൊണ്ട് ഏറ്റവും കൂടുതൽ എൻട്രീസ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് മമത നേരിടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണിപ്പോൾ മമതയുടെ നിലപാട്? നികേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അസാമും അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ അടക്കമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ് ഏറ്റവും അധികം CAA ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസാം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച പ്രതിഷേധം ശക്തമായി തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ പശ്ചിമ ബംഗാളാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിഷേധം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നാണ്. സിലിഗുരിയിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ റാലി ഇന്നിപ്പോൾ ഉണ്ടാകും. അല്പസമയത്തിനകം തന്നെ ആ റാലി ആരംഭിക്കും എന്നാണ് നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നത്. മമതാ ബാനർജി ഉൾപ്പെടെ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും ഈ നിയമം അത് വിവേചനപരവും അതോടൊപ്പം ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നതാണ് ഇതിൽ തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും ആരോപണം ഉന്നയിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഈ നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. പ്രത്യേകിച്ചും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പൗരത്വം നൽകുന്നത് അംഗീകരിക്കാൻ കഴിയില്ല നിലപാടാണ് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ സിലിഗുരിയിൽ ഈ റാലി തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം തന്നെയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അസാമിലേക്ക് എത്തുകയാണെങ്കിൽ അസാമിൽ പ്രധാനമായും വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ അസാം ഫോറവും ഉൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തുകയാണ്. ആ പ്രതിഷേധങ്ങൾ ഇന്നും തുടരും എന്നാണ് അവിടെ നിന്നും വിവരങ്ങൾ ലഭിക്കുന്നത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും അവിടെ അസം സ്റ്റുഡൻസ് യൂണിയന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ പ്രതിഷേധം ഇന്നും തുടരും എന്ന് അറിയുന്നു. ഒപ്പം ദിബ്രുഘട്ടിലാണെങ്കിൽ വിദ്യാർത്ഥികളും പോലീസും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉൾപ്പെടെ അവിടെ ഉണ്ടായി. ആ സമാനമായ സാഹചര്യമാണ് ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ശക്തമായ പോലീസ് സന്നാഹം എല്ലായിടത്തും വിന്യസിച്ചിട്ടുണ്ട് എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും അധികം പ്രതിഷേധം നടക്കുന്നത് അസമിൽ ആണെന്നത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുകയും ചെയ്യണം. അതോടൊപ്പം ദില്ലിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദില്ലിയിലും ഇന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനമുണ്ട്. പ്രത്യേകിച്ച് സർവകലാശാലകളിലാണ് പ്രതിഷേധം ഇന്നിപ്പോൾ നടക്കാൻ സാധ്യതയുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദില്ലി സർവകലാശാലയിൽ ഇന്ന് 3 മണിക്ക് വീണ്ടും വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധിക്കും. ഇന്നലെ ആയിരുന്നു അവിടെ പ്രതിഷേധം ഉണ്ടായത്. ആ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. സമാനമായ സാഹചര്യം ഇന്നും ഉണ്ടാകും എന്നാണ് അവിടെ നിന്ന് വിവരങ്ങൾ ഉള്ളത്. അതോടൊപ്പം SFIയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലും പ്രതിഷേധം ഉണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഷഹീൻബാഗ് അടക്കമുള്ള ദില്ലിയിലെ പല മേഖലകളിലും പ്രതിഷേധത്തിന് സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആ അടിസ്ഥാനത്തിൽ അവിടെ പോലീസിന്റെ ഫ്ലാഗ് മാർച്ച് ഉൾപ്പെടെ അടിക്കടി നടക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ന് കൊൽക്കത്തയിൽ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും നിയമം നടപ്പാക്കുന്നതിൽ ആശങ്ക ഉയർത്തി രംഗത്ത് വന്നിരിക്കുന്നു.